78 വയസ്സുള്ള ആലിയ ഹിനാനി ഗസയിൽ ഒരു റേഷൻ നടത്തുന്നുണ്ട്. ഒരു റൊട്ടിയുടെ കഷ്ണം ഒറ്റ തവണ കടിച്ചെടുക്കാം. ഒരു ദിവസം 4 പേർക്ക് മാത്രമാണ് ഈ അവസരം. ഉച്ചയ്ക്ക് ശേഷം മാത്രം നടത്തുന്ന ഈ റേഷൻ തേടിയെത്തുന്നവരുടെ എണ്ണം സാധാരണ മനുഷ്യർക്ക് വിശ്വസിക്കാൻ കഴിയുന്നതല്ല. പാരച്യൂട്ട് വഴി വിതരണം ചെയ്യുന്ന ഭക്ഷണ പാക്കറ്റ് തലയിൽ വീണ് കഴിഞ്ഞ ദിവസം 15കാരൻ മരിച്ചുവെന്നൊരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരുന്നു. വിമാനത്തിൽ നിന്ന് സഹായ പാക്കറ്റുകൾ താഴേക്കിടുമ്പോൾ അതെടുക്കാൻ ഓടിച്ചെന്നതായിരുന്നു മുഹമ്മദ് ഈദ്. ഗുരുതരമായ ഈ മാനുഷിക ദുരന്തങ്ങളിൽ ഗസയിലെ മരണക്കണക്കുകൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓഗസ്റ്റ് 10 വരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം പട്ടിണി മൂലമുള്ള മരണങ്ങൾ 217 ഉയർന്നിരിക്കുന്നു. ഇതിൽ 100ഉം കുട്ടികളാണ്. അസ്ഥികൂടങ്ങൾ പോലെയായി മാറുകയാണ് മനുഷ്യർ. ഒരു പാക്കറ്റ് ഭക്ഷണം സ്വർണത്തേക്കാൾ വിലയുള്ളതായി മാറിയിരിക്കുന്നു. ഗസയിലെ പട്ടിണിയുടെ ഭീകരത വിവരിക്കുക തന്നെ പ്രയാസമാണ്. 2023 ഒക്ടോബർ 7 മുതൽ കുറഞ്ഞത് 71 കുട്ടികൾ പോഷകാഹാരക്കുറവ് മൂലം മരിച്ചതായി ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുന്നു. 60,000-ലധികം കുട്ടികളിൽ കടുത്ത പോഷകാഹാരക്കുറവിന്റെ ലക്ഷണങ്ങൾ പ്രകടമാണ്. ഇന്നലെ മാത്രം 19 പേർ വിശന്നു മരിച്ചു. ഗസ സിറ്റിയിലെ 35 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞും ദെർ ബലാഹിലെ 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞും ഇതിൽ ഉൾപ്പെടുന്നു. 5 വയസ്സിന് താഴെയുള്ള 21 കുട്ടികൾ ഈ വർഷം മാത്രം പട്ടിണി മൂലം മരിച്ചതായി ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശ്വാസമെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കുഞ്ഞുങ്ങൾ ആശുപത്രിയിലേക്ക് എത്തുന്നതെന്ന് ഇന്റർനാഷണൽ റെസ്ക്യൂ കമ്മ്യൂണിറ്റി റിപ്പോർട്ട് ചെയ്യുന്നു. അഭയാർത്ഥി ക്യാമ്പുകളിൽ എല്ലുന്തിയ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന അമ്മമാരുടെ മുഖത്തെ വേദനയുടെ തീവ്രതയും വിവരിക്കാനാവുന്നതല്ല. ഗസയിലെ പട്ടിണി യാദൃശികമല്ല, അത് ഇസ്രയേൽ സൃഷ്ടിച്ചെടുത്തത് തന്നെയാണ്. ഇസ്രായേൽ ഗവൺമെന്റിന്റെ തന്നെ ഡാറ്റ പ്രകാരം മാർച്ച് മുതൽ ജൂൺ വരെ ഗസയിലേക്ക് അനുവദിച്ച ഭക്ഷണം 56,000 ടൺ മാത്രമാണ്. ആവശ്യമായതിന്റെ 4/1 മാത്രം. ജൂലൈയിൽ മാത്രം 12,000 കുട്ടികളിൽ മാൽ ന്യൂട്രീഷൻ പരിശോധന നടത്തിയിരുന്നു. ഇതിൽ പലരുടെയും അവസ്ഥ അതീവ ഗുരുതരമാണ്. മുൻപും പട്ടിണി തന്നെ ആയിരുന്നുവെങ്കിലും അവസ്ഥ ഇത്ര ഭീകരമായിരുന്നില്ല എന്ന് ഫലസ്തീനികൾ പറയുന്നു. മനുഷ്യാവകാശ സംഘടനകൾ പ്രതിമാസം 62,000 ടൺ ഭക്ഷണമാണ് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരുന്നത്. ഗസയിലെ 2.1 മില്യൺ ആളുകൾക്ക് ദിവസം 1 കിലോഗ്രാം ഭക്ഷണം നൽകാൻ പോലും ഇത് പര്യാപ്തമല്ല. 2007 മുതൽ ഗസയിലേക്കുള്ള സഹായം ഇസ്രയേൽ നിയന്ത്രിച്ചു വരികയാണ്. ഒരു വ്യക്തിക്ക് ദിവസവും 2279 കലോറി എന്ന കണക്ക് വെച്ചാണ് ഭക്ഷണം അനുവദിച്ചിരുന്നത്. എന്നാൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പൂർണ്ണമായ ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഒരു അരിമണി പോലും കിട്ടാത്ത അവസ്ഥയായി. അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് വഴങ്ങി മെയ് പകുതിയോടെ ചെറിയ സഹായം അനുവദിച്ചെങ്കിലും ഈ 20 ലക്ഷത്തിലധികം മനുഷ്യരുടെ പട്ടിണി മാറ്റാൻ അത് പര്യാപ്തമായിരുന്നില്ല. 21 മാസത്തിനിടെ 104 ദിവസമാണ് എയർ ഡ്രോപ്പുകൾ നടത്തിയത്. ഇത് ഗസയ്ക്ക് നൽകിയത് വെറും 4 ദിവസത്തെ ഭക്ഷണം മാത്രമായിരുന്നു. ഉയർന്ന ചെലവും അപകടങ്ങളും ഈ സഹായ വഴിയിലും പ്രതിസന്ധിയായി. ഭക്ഷണം, വെള്ളം, ഇന്ധനം, മരുന്ന് എന്നിവയുടെ വിതരണം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. വൈദ്യുതി വിതരണം വിച്ഛേദിച്ചതോടെ ജലശുദ്ധീകരണ പ്ലാന്റുകൾ പ്രവർത്തനരഹിതമായി. വെള്ളം പോലും കിട്ടാതെ ആളുകൾ മരിച്ചു വീഴുന്ന അവസ്ഥയിലേക്കാണ് ചെന്നെത്തിയത്. ഐക്യരാഷ്ട്രസഭയുടെയും മാനുഷിക സംഘടനകളുടെയും വർദ്ധിച്ചു വരുന്ന മുന്നറിയിപ്പുകൾക്കിടയിലും ഇസ്രായേൽ ഈ ഉപരോധം നിലനിർത്തി. 11 ആഴ്ചകൾ നീണ്ടുനിന്ന ഉപരോധത്തിനൊടുവിൽ മെയ് 22-ന് ഈജിപ്ത് വഴി 100 ട്രക്കുകൾ ഗസയിലേക്ക് പ്രവേശിക്കാൻ ഇസ്രായേൽ അനുമതി നൽകിയിരുന്നു. ബ്രെഡും ബേബി ഫുഡും ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കൾ എത്തിത്തുടങ്ങിയെങ്കിലും ഇത് കടലിൽ ഒരു തുള്ളി എന്ന പോലെയായിരുന്നുവെന്നാണ് UN-ന്റെ പ്രസ്താവന. ഇതിനിടെയാണ് ഗസ സിറ്റി പിടിച്ചെടുക്കാനുള്ള പ്ലാനുമായി നെതന്യാഹു രംഗത്തെത്തിയിരിക്കുന്നത്. പൂർണ്ണമായ അധിനിവേശവും ജൂത സെറ്റിൽമെന്റുകളും ആവശ്യപ്പെട്ട് ഇറ്റാമർ ബെൻഗ്വിർ, ബെസലേൽ സ്മോട്രിച്ച് തുടങ്ങിയ തീവ്ര വലതുപക്ഷക്കാരും പിന്തുണ നൽകുന്നുണ്ട്. ഇസ്രായേലിന്റെ സൈനിക നേതൃത്വത്തിൽ നിന്ന് തന്നെ ഈ പദ്ധതിക്കെതിരെ എതിർപ്പുകൾ ഉയർന്നു കഴിഞ്ഞു. ബന്ധുക്കളെയും സൈനികരെയും അപകടത്തിലാക്കുമെന്നാണ് വിമർശനം. ഇസ്രായേലിനെ അന്താരാഷ്ട്രമായി ഒറ്റപ്പെടുത്തുമെന്ന ഭീഷണികളും ഉയർന്നിരിക്കുന്നു. ജർമ്മനി ആയുധ വിതരണം നിർത്തിയത് ഇതിന്റെ ഭാഗമായാണ്. ഇതിനെല്ലാം പുറമെ ഗസയിലെ മാനുഷിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുമെന്നതാണ് പ്രധാനം. നെതന്യാഹുവിന്റെ ഓക്യുപ്പേഷൻ പ്ലാനിനോട് ഫലസ്തീനികളുടെ പ്രതികരണം ഇങ്ങനെയാണ്: ഞങ്ങൾ 100 തവണയെങ്കിലും മരണത്തെ നേരിട്ട് കഴിഞ്ഞു. ഇവിടെ നിന്ന് പോകുന്നതിനേക്കാൾ മരണമാണ് നല്ലത്. കുടുംബത്തോടൊപ്പം ഞങ്ങൾ ഗസയിൽ തന്നെ തുടരും. ഇസ്രയേലികൾക്ക് ഈ ഭൂമിയല്ല, ഞങ്ങളുടെ ശരീരങ്ങളും ആത്മാക്കളും മാത്രമേ കിട്ടൂ. ലോകത്തിന്റെ കണ്ണുകളെല്ലാം ഗസയിലേക്കാണെങ്കിലും നടപടികൾ ഒന്നും തന്നെ ഇസ്രയേലിനെ തടയാൻ പോകുന്നതല്ല. വെടിനിർത്തൽ ചർച്ചകൾ തുടരുന്നുണ്ടെങ്കിലും ഫലം കാണുന്നില്ല. ലോകം മുഴുവൻ ഇസ്രയേലിന് നേരെ വിരൽ ചൂണ്ടുകയാണ്. വിട്ടുവീഴ്ചയെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലുമില്ല നെതന്യാഹു. പ്രതിഷേധങ്ങളും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും കനക്കുമ്പോൾ പരിഹാരം ഇനി എത്ര അകലെയാണ് എന്നതാണ് ചോദ്യം.